soul can reach, and as far as my eyes can see, with every breath that I breathe, and with every word that I speak. All my love is yours. 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 If the stars, they all burn out, oh, and every hill comes crashing down, and if the sun decides to fade, oh, even then, still I would say, all my love is yours. 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 27-ാം സങ്കീർത്തനം. കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നതും വ്യർത്ഥം. അതിരാവിലെ എഴുന്നേൽക്കുന്നതും വളരെ വൈകി കിടക്കാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമാണ്. തൻ്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോൾ കർത്താവ് അവർക്ക് വേണ്ടി നൽകുന്നു. കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. യൗവനത്തിൽ ജനിക്കുന്ന മക്കൾ യുദ്ധവീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ പോലെയാണ്. അവ കൊണ്ട് ആവനാഴ നിറയ്ക്കുന്നവൻ ഭാഗ്യവാൻ. നഗര കവാടത്തിൽ വെച്ച് ശത്രുക്കളെ നേരിടുമ്പോൾ അവൻ ലഭിക്കേണ്ടി വരികയില്ല. പിതാവിനും പുത്രനും പരിശുദ്ധരുമായിരിക്കും സ്തുതി. തന്റെ സുളരാകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങൾ ഊശാന. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ അനുഗ്രഹം ചെയ്യണമേ.
ഞങ്ങളുടെ കർത്താവിന്റെ നമസ്കാരം ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് കർത്താവേ, നിനക്ക് സ്തുതി. പാപികളായ നിന്റെ അടിയാരോട് കരുണ ചെയ്ത മെസ്സിയാ രാജാവേ, നിനക്ക് സ്തുതി. പാർക്കുമോ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കരുണയും ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷകളെ പ്രവേശിക്കരുതേ. അപ്പോൾ വിവാഹോദാശിക്കായി ഒരുങ്ങി പുറപ്പെടുന്ന നിന്റെ മകനോടുകൂടെ ഇരിക്കണമേ. നീ നിന്റെ വിവാഹോദാശിയുടെ മധ്യസ്ഥനും കാർമ്മികനുമായിരുന്നു അതിനെ പൂർത്തീകരിക്കണമേ. മനുഷ്യൻ ഏകനായിരുന്നു നന്നല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവന് തക്ക തുണയെ നൽകുന്നുണ്ട് കർത്താവേ. നിന്റെ മകനായി ഒരുക്കിയിരിക്കുന്ന മകളെയും വിശുദ്ധം നിറഞ്ഞ ഐക്യ ജീവിതത്തിലെ അവിടെ കൂട്ടിച്ചേർക്കണമേ. അവിടെ അന്യോന്യ ബന്ധവും ചേർച്ചയും പോലും ബന്ധിക്കപ്പെടുന്ന ഇരു കുടുംബങ്ങളെയും വ്യക്തികളെയും സമർപ്പിക്കുന്നു. പരസ്പരം സ്നേഹത്തിലായിരിക്കാൻ തക്കവണ്ണം സഹായം. ഈ ഭവനത്തിലെ എല്ലാ അംഗങ്ങളുടെ മേലും ഇവരുടെ മാതാപിതാക്കന്മാരുടെ മേലും ആ ബന്ധുവിധരെ ഇറങ്ങുന്ന ആ കുടുംബത്തിന്മേലും അതിലെ എല്ലാവിധമായ എല്ലാ ആവശ്യങ്ങളുടെ മേലും എല്ലാവരുടെ മേലും ഇന്ന് നടത്താൻ ആഗ്രഹിക്കുന്ന ആ വിവാഹ കൂതാശയുടെ എല്ലാ കാര്യങ്ങളുടെ മേലും അതിന് ശേഷമുള്ള എല്ലാ സർക്കാരുകളുടെ മേലും ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകണമേ. Forever seems like a long time, but nothing seems like a long time when I am with you. I feel like I'm walking on water since the day that I asked your father to let go of his daughter. So give me your blessing, sir. I'll give her all that I've got. It doesn't look like much, but it sure feels like a lot. Let her take my heart and take my hand. Take my heart and take my hand. Take my heart and take my hand again and again. Right where we stand. I never really know what love is, but whatever it is, I feel it in your kiss. You walked in like somebody planned it all. I feel right where I belong. My knees are weak, my heart is strong. So give me your word and I'll give you all I got. No, we don't have much, but it sure feels like a lot. So take my heart and take my hand. Take my heart, take my hand. Take my heart, take my hand again and again. Right where we അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ പരിശുദ്ധൻ പരിശുദ്ധൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു.
മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്നും ഘോഷിക്കുന്നു. നിന്റെ പുത്രിയെ ശ്രദ്ധിച്ചു കേൾക്കുക, നിന്റെ ജനത്തെയും ജനത്തെയും നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷകൻ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം പോലും നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. എന്റെ സഹോദരിയെ, നിങ്ങൾ ശ്രദ്ധയോടെ ശ്രദ്ധിക്കുകയും ഇഷ്ടപോലെ ലേഖനം 5-ാം അധ്യായം 22 വാക്യങ്ങൾ. സഹോദരനെ അനുഗ്രഹിക്കട്ടെ. എപ്പോഴും എല്ലാത്തിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് അർപ്പിക്കുകയും ക്രിസ്തുവിനുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുകയും ഭാര്യമാരെ നിങ്ങൾ കർത്താവിനെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും എന്തെന്നാൽ ക്രിസ്തുവിന് ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ ഭർത്താവ് പകരുടെ ശിരസ്സാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിന്റെ രക്ഷകനം. സഭ ക്രിസ്തുവിന് വിധേയമായിരിക്കുന്നത് പോലെ ഭാര്യമാരുടെ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവിടെ വിശദീകരിക്കുവാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശദീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവിടെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപോലെ നൽകിയതിനെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കണക്കിരകതയും പരിശുദ്ധിയുമായിരിക്കുന്നതിന് വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരിക്കുന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ക്രിസ്തു സഭയെ എന്ന പോലെ അവനതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് തീരും, അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇതൊരു വലിയ രഹസ്യമാണ്. സഭയോട് ക്രിസ്തുവിനെ ബന്ധപ്പെടുത്തിയാണ് ഞാനിത് പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങളുടെ ഓരോ വ്യക്തിയും തന്നെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. നിന്റെ സമയം ഇനിയും ആയിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുമെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം പക്കവണ്ണം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരന്റെ അടുത്ത് കൊണ്ടുചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണ് എന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവർ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും നേരത്തിനും വീഞ്ഞ് ആദ്യം വിളമെന്നും അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരുന്നു. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെ സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനെ വിശ്വസിച്ചു. അവരുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ഈ ഒരു ദിവസത്തിന് വേണ്ടി അവർ പ്രാർത്ഥിച്ച് ഒരുങ്ങി ഇന്ന് ഈ ദേവാലയത്തിന് മുമ്പിലായിരുന്നു. ടെൻഷൻ ഉണ്ടോ? ശരിയല്ലേ? രണ്ടുപേരും തീർച്ചയായിട്ടും അല്പം ടെൻഷൻ നല്ലതാണ് എന്നുള്ളതാണ്. കാരണം ഇവരുടെ ജീവിതത്തിൽ അവരെടുക്കുന്ന വലിയ ഉത്തരവാദിത്തത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വലിയ അല്പം ചെറിയൊരു ടെൻഷൻ നല്ലത് തന്നെയാണ്. ദൈവം അനാദി മുതലേ നിങ്ങളെ രണ്ടുപേരെയും ചേർത്ത് വെച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് ഇന്നത്തെ ഈ ദിവസത്തിൽ നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടാകേണ്ട ഒന്നാമത്തെ ചിന്ത. പ്രത്യേകിച്ച് ആദ്യ മാതാപിതാക്കളെ ദൈവം സൃഷ്ടിക്കുമ്പോൾ, ഉൽപ്പത്തി പുസ്തകത്തിൽ മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, ആദ്യം ആദത്തെ സൃഷ്ടിച്ചു. അതിനുശേഷം
ഈ ലോകത്തിലുള്ള സകല മൃഗങ്ങളെ പക്ഷിമൃഗാദികളെ എല്ലാം സൃഷ്ടിച്ച് ആദമിന്റെ മുമ്പിലേക്ക് ദൈവം കൊണ്ടുവരുന്നത്. എന്നിട്ട് ദൈവം ആകാംക്ഷയോടുകൂടി മാറി നിൽക്കുകയാണ്. ഇവയെല്ലാം എന്ത് പേരെടുത്ത് ആദം വിളിക്കുമെന്ന് കാണാനുണ്ട്. അതിനുശേഷം ആദം ഉറക്കമായപ്പോൾ അവന്റെ വാരിയിരിക്കൊണ്ട് ഹവ്വയെ മെനഞ്ഞു. എന്നിട്ട് ദൈവം ഒരു അനുഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളൊരു പുതിയ കുടുംബമായി തീർന്ന് നിങ്ങളൊരു അനുഗ്രഹമായി തീരുമെന്ന് പറഞ്ഞു. ഇവരുടെ രണ്ടുപേരുടെയും ജീവിതം ഇതുപോലെ ഒരു അനുഗ്രഹമായി തീരുമാൻ വേണ്ടി ദൈവം വിളിക്കുകയാണ്. പ്രത്യേകിച്ച് ജസ്റ്റ് എളുപ്പമാണ്. ബ്ലസ്സി വിളിക്കുമ്പോൾ ബ്ലസ്സി എന്നുള്ള പേര് തന്നെ അനുഗ്രഹം എന്നാണ്. അപ്പം നിങ്ങളുടെ പരസ്പരം അഭിസംബോധന ചെയ്യുമ്പോൾ ബ്ലസ്സി സ്വന്തം പേര് ഓർക്കുമ്പോഴും ഞാനൊരു അനുഗ്രഹമായി തീരാൻ, ജസ്റ്റിന്റെ ജീവിതത്തിലേക്ക് ഒരു അനുഗ്രഹമായി തീരാൻ വേണ്ടിയാണ് ബ്ലസ്സി കടന്നു വന്നിരുന്നത്. അതോടൊപ്പം തന്നെ ബ്ലസ്സി ജസ്റ്റിന്റെ ജീവിതത്തിലെ ഒരു ബ്ലസ്സിംഗ് ആണ് എന്നുള്ള ഒരു ചിന്തയും കൂടെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ ദിവസം നമ്മൾ ശ്രദ്ധിക്കാൻ. വിജയകരമായി നയിക്കുവാനുവേ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയെ സമാധാനം നൽകുകയും അങ്ങയുടെ ദാസപ്രഭാതം ഇവരെ അർപ്പരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തി മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ ദീർഘമതിൽ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ഈശ്വരായുടെ നിയമവും തിരുസഭയുടെ നടപടികളനുസരിച്ച് സ്വന്തമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടെ ബ്ലെസ്സിംഗിൽപ്പെടുന്ന ബെച്ചിനെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. ബ്ലെസ്സിംഗിൽപ്പെടുന്ന ബ്രിജിറ്റ് ഈശ്വരായുടെ നിയമവും തിരുസഭയുടെ നടപടി സ്വന്തമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ജസ്റ്റിൻ വഹിക്കപ്പെടുന്ന സ്കറിയയെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. നിങ്ങൾ ഈ വിവാഹത്തിൽ സാക്ഷികളാണ്. നിങ്ങൾ തമ്മിലുണ്ടാക്കിയ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം നല്ലതിരെ ചേർത്തിരിക്കുന്നു. നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിലേക്കോടുകൂടി കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്വീകരിച്ച കർത്താവേ, വിശ്വാസത്തിലും സ്നേഹത്തിലും പരിപാടികളും ആസ്വദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായ കാര്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശുദ്ധിയിലും ഇവരെ എത്തിക്കുമാറാകട്ടെ. ജീവിതത്തിലെ സന്തോഷം സുഖിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായിരിക്കുവാനും ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശുദ്ധരുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ സ്നേഹത്തിന്റെ വിശുദ്ധയുടെ അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആസ്വദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ മന്ത്രത്തോടെ ആസ്വദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹം വഴി എന്നെ ധരിക്കുവാനും പ്രതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മനോഭാവയായ ക്രിസ്തുസഭയെ മഹത്വത്തിലെ വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കരാജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിലെ വസ്ത്രമണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. മംഗല്യ സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. മംഗല്യ സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. മംഗല്യ സൗഭാഗ്യമേകാൻ ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും
ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി പരസ്പരം സ്നേഹത്തോടും ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സമൃദ്ധിയാലും പരിശുദ്ധമായവരെല്ലാം അവർ നിങ്ങളെ സമ്പന്നരാകട്ടെ. തിരുസഭയുടെ ശിരസ്സായ ഈശോയെപ്പോലെ നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും അവിടെ നിങ്ങളെ തുണയായിരിക്കട്ടെ. മാനസിക ശാരീരികമായ ആരോഗ്യവും ഭൗതികമായ സ്വസ്ഥതയും അവിടെ നിങ്ങളിൽ ചെയ്യട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷവാൻ സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗ്ഗത്തിൽ നയിക്കുന്നതിനും അവിടെ നിങ്ങളെ സഹായിക്കട്ടെ. അവരുടെ സ്നേഹത്തെയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുത്തെ യോഗ്യരാക്കുകയും ചെയ്യട്ടെ. ആമേൻ. ക്രൂശിതനേ ഉദ്ധിതനേ മർത്യനെ കാത്തിടണേ. ക്രൂശിതനേ ഉദ്ധിതനേ മർത്യനെ കാത്തിടണേ. എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ. എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ. ഈശോ നിൻ ഹൃത്തിനുള്ളിൽ, ഈശോ നിൻ നീലങ്കിക്കുള്ളിൽ, ഈശോ നിൻ ഹൃത്തിനുള്ളിൽ, ഈശോ നിൻ നീലങ്കിക്കുള്ളിൽ. ഈശോയെ നിൻ രൂപം കാണുമ്പോൾ എൻ മുഖം ശോഭിതമാകും. ഈശോയെ നീ എന്നിൽ വാഴുമ്പോൾ എന്നുള്ളം സ്വർഗമായി തീരും. ക്രൂശിതനേ ഉദ്ധിതനേ മർത്യനെ കാത്തിടണേ. കാനായിലെ കൽഭരണി പോൽ വക്കോളം നിറച്ചു ഞാനും. കാനായിലെ കൽഭരണി പോൽ വക്കോളം നിറച്ചു ഞാനും. സൃഷ്ടികർമ്മത്തിൽ അവരെ പങ്കാളികളാക്കുകയും ചെയ്ത നാല്യവാനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിവാഹമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടുന്ന് നിങ്ങളെ പരിപാലിക്കട്ടെ. മിശിഹായുടെ പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളുമായി നിങ്ങളുടെ ശരീരങ്ങളെ പ്രീതികരമായ സജീവതയായി ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ ഭൂതദശ നിങ്ങളെ ശക്തരാക്കട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയെ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപ്രദമാക്കുകയും നിങ്ങളുടെ ആശകളും ഉപദേശങ്ങളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യും.
ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. നവദമ്പതികളായ നിങ്ങളെയും ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കുചേർന്ന എല്ലാവരെയും ആശീർവദിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. Feels like the first time, every moment I'm with you. You still catch my eye with every little thing you do. It's like a river wild, running as free as it can be. Oh, it's waking up and realizing I'm still in a dream. Oh, let's go wherever the wind blows. Fly away where only the stars go. There's no end in sight. Let's get lost in time. Let's go wherever the wind blows. Wherever the wind blows. Wherever the wind blows. Oh, when you're next to me, everything stands alone in time. Forever's not long enough to have you here and call you mine. It's like the morning light as it comes bursting through. ദേവാലയത്തിലെ അനുഗ്രഹീത ചടങ്ങുകൾക്ക് ശേഷം നവവധൂവരന്മാർ ഹാളിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അവരെ നമുക്ക് ഒരു നിറഞ്ഞ കൈയോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. Ladies and gentlemen, let's put our hands together and welcome our ever handsome groom, Justin James, and our most beautiful bride, Plessy Kuriakos. Let's go wherever the wind blows. Fly away where only the stars. I feel the stage is incomplete without their parents. നമുക്കറിയാം ഈ ദിവസം ഏറ്റവും സന്തോഷിക്കുന്നത് അവരുടെ മാതാപിതാക്കൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഏറെ സന്തോഷത്തോടും ആദരവോടും കൂടെ ജസ്റ്റിൻ ചേട്ടായുടെ മാതാപിതാക്കളായ മിസ്റ്റർ ജെയിംസിനെയും മിസ്സസ് റൈസമ്മയെയും ഒരു നിറഞ്ഞ കൈയടിയുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ മിസ്സസ് ചേച്ചിയുടെ പേരൻസായ മിസ്റ്റർ കുര്യാക്കോസിനെയും മിസ്സസ് ആനിയെയും ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
Just dream of the wildest of dreams, love, and never forget them. Let's see what this life is made of, and never look back, love. Oh, we'll fly and touch the sky and chase the stars. Oh, and make them ours. And don't look down. Won't let this love ever reach the ground. Hold your breath. Slip into my hands. Let's take a chance with every step. We'll fly and touch the sky and chase the stars. Oh, and make them ours. And don't look down. Won't let this love ever reach the ground.